ഹേ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. ആദ്യം തന്നെ ഇടുന്ന വീഡിയോ നമ്മുടെ വീടും നമ്മുടെ ചുറ്റുപാടും ഒക്കെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് ഞാൻ പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഉച്ച വെയിലത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ. എല്ലാവരുടെ വീഡിയോസിൽ കാണുന്നത് പോലുള്ളൊരു ഗാർഡൻ അല്ലിത്. ഇതെൻ്റെ സ്പെഷ്യൽ ഗാർഡൻ. എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ ഇതാണോ ഗാർഡൻ, ഇതൊരു കൊടും കാടാണല്ലോ എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സംശയിക്കേണ്ട, ഇതൊരു മിനി കാടാണെന്ന് പറയാം. കാരണം ഇവിടെ എല്ലാം മിക്സാണ്. വീടിന് മുന്നിലും പുറകിലും സൈഡിലും ഒക്കെ ചെടിയും മരവും ഒക്കെ മിക്സാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഒരു പൂന്തോട്ടം എന്നതിനേക്കാളും ഒരു പച്ചപ്പെന്നാണല്ലോ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഞാനൊരു പച്ചപ്പാണ് ഉദ്ദേശിച്ചത്. അത് ഇതുപോലൊരു കാടായിട്ട് മാറിയെന്ന് വേണമെങ്കിൽ പറയാം. മരങ്ങളുടെ തണലിൽ നിൽക്കുന്നത് കൊണ്ട് ഇതുപോലുള്ള ചെടികൾക്ക് പൂക്കളിടാൻ കുറച്ച് മടിയുണ്ട്. അധികം ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല അടുപ്പിച്ചൊക്കെയാണ് ചെടികൾ വെച്ചേക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ മരങ്ങൾ നട്ടു. വളർന്നു വന്നപ്പോൾ ഇപ്പോൾ ഈ കോലത്തിലായി. എന്തായാലും എൻ്റെ ഗാർഡൻ തന്നെയാണിത്. ഈ പച്ചപ്പ് എനിക്കൊത്തിരി ഇഷ്ടമാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഒത്തിരി കിളികളാണ് ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്നത്. ചുറ്റും ഒത്തിരി കിളിക്കൂടുകളുണ്ട്. പ്രത്യേകിച്ച് പക്ഷികളെ വളർത്തേണ്ട ആവശ്യമില്ല. വീട് വയ്ക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്നത് നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കണം, നല്ലൊന്ന് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യിക്കണം എന്നൊക്കെയായിരുന്നു. അതൊന്നും സാധിച്ചില്ല, കാരണം നമ്മുടെ വീട് ഇൻകംപ്ലീറ്റ് ആയിപ്പോയി. മതിൽ കെട്ടിയില്ല, ചുറ്റു തിരിച്ചില്ല. ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടായി. അതൊക്കെ പെൻഡിങ്ങിലായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാറ്റി വെച്ചു. പിന്നെ ഈ മണലാണ്, ഇവിടെ വെളുത്ത മണലാണ്. മണലുമായിട്ട് ഏകദേശം 1 വർഷത്തോളം അങ്ങനെ തന്നെ ഇരുന്നു. ഒരു പച്ചപ്പില്ലാണ്ട് നമുക്ക് എത്ര നാൾ പിടിച്ചിരിക്കാൻ പറ്റും? അങ്ങനെ ഒരു സൈഡിൽ കൂടി കിട്ടുന്ന കുറച്ച് ചെടികൾ, തറവാട്ടിൽ നിന്ന് അമ്മ തന്ന ചെടികളൊക്കെ വെച്ച് അങ്ങനെയാണ് ഒരു ഗാർഡൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഒരു സൈഡിലാണ് നിൽക്കുന്നത്. ഇത് സാധാരണ പീസ് ലില്ലി അല്ല കേട്ടോ, ഇത് വൈൽഡ് പീസ് ലില്ലിയാണ്. ഇത് നമ്മുടെ തറവാട്ടിൽ നിന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട് വന്ന് ഞാനിവിടെ വച്ചതാണ്. അത് പിന്നീട് പ്രൊപ്പഗേറ്റ് ചെയ്ത് കുറച്ച് കൂടുതലുണ്ടായപ്പോൾ ഒരു സൈഡിൽ അങ്ങ് നിരത്തി വെച്ചു. ഇപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ് പീസ് ലില്ലിയാണ്. ഇത് പീസ് ലില്ലി അല്ല, വൈൽഡ് പീസ് ലില്ലി. ഈ വീട് വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു കുഞ്ഞായിട്ട് നിന്ന മാവാണിത്. അതിൻ്റെ പുറത്ത് ഒത്തിരി മെറ്റലും മണലും ഒക്കെ വീടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടെങ്കിലും അത് പിന്നെയും ജീവിച്ചു വന്നു കേട്ടോ, രക്ഷപ്പെട്ടു അത്. ഇപ്പോൾ അത് പൂത്തു മാങ്ങ ഉണ്ടാവാറായിട്ട് നിൽക്കുവാണ്. ഇവിടെ എന്ത് ചെടിയാണുള്ളതെന്ന് ചോദിച്ചാൽ ഈ കാണുന്നതാണ് ഇവിടെയുള്ള ചെടികൾ. ഈ കാണുന്ന നിഴൽ എൻ്റെ തന്നെയാണ്. ഈ പച്ചയും മഞ്ഞയും കൂടെ കാണുമ്പോൾ നമുക്ക് നല്ല ഒരു സുഖമാണ് കാണുന്നത്. അതുകൊണ്ടാണ് പെൻഡാനസ് ഇവിടെ കംപ്ലീറ്റ് വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ മണി പ്ലാന്റ്സ് ആണ്. മണി പ്ലാന്റ്സ് ഒത്തിരി ഉണ്ടായിരുന്നു, കുറേയൊക്കെ പോയി. പിന്നെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. സ്നേക്ക് പ്ലാന്റ് വളരെ കുറച്ച് പ്ലാന്റ്സ് ഞാൻ വച്ച് അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇതുപോലെ ആക്കി വെച്ചേക്കുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് സ്നേക്ക് പ്ലാന്റ്. പിന്നെ തൂജ ഒത്തിരി ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരെണ്ണം മാത്രമേ പിടിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം നശിച്ചുപോയി. സത്യത്തിൽ ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ച എല്ലാ ചെടികളും പോയി. താഴെ മണലിൽ വെച്ച് കൊടുത്ത ചെടികളാണ് പിടിച്ചു വരുന്നത്. ഇത് നമ്മുടെ പ്രാവ് ഓർക്കിഡാണ് കേട്ടോ, വെള്ള പ്രാവ് ഓർക്കിഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം, സൈഡ് വശം. ഈ കാണുന്നതാണ് മുൻവശം. അത് കാടാണ് കേട്ടോ, കൊടും കാടാണ്. കാരണം ഒരാഗ്രഹത്തിന് അവിടെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ള ഏരിയ ആയതുകൊണ്ടാണ് അവിടെ ചെടികളൊന്നും വയ്ക്കാത്തതും. നമ്മൾ വച്ച ജാതിമരമാണ്. ജാതിമരത്തിൻ്റെ താഴെ കുറേ ചെടികൾ വച്ചിരുന്നു, പക്ഷേ ജാതിമരം വളർന്നപ്പോഴത്തേക്കും ചെടികളൊക്കെ പോയി. പിന്നെ ഇത് വാഴ, ഇതൊക്കെ അച്ഛൻ്റെ വാഴയാണ് കേട്ടോ. പിന്നെ ഇവിടെ കൂടുതലുള്ളത് ഇതുപോലുള്ള ഇലച്ചെടികളാണ്. ഇതെല്ലാം അമ്മ കൊണ്ടുവന്ന് വച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. ഇതിൽ പൂക്കളൊന്നും ഉണ്ടാകത്തില്ലെങ്കിലും പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ. ഓരോ തരത്തിൽ കേളിയായിട്ടുള്ള ഇലകൾ, മഞ്ഞ ഇലകൾ, ഓറഞ്ച്, പച്ച, അത് പല കളർ ചേർന്നിട്ടുള്ള ഇലകളല്ലേ. പൂക്കളൊന്നും ഉണ്ടാകത്തില്ലെങ്കിലും ഈ ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതും അതുപോലെ തന്നെ ഒരു പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള കളറാണ്. ഇപ്പോൾ ലാസ്റ്റ് വെച്ച ഹെലിക്കോണിയാണ് കാണുന്നത്. ഉച്ചവെയിലായതുകൊണ്ട് കണ്ണു കാണാൻ പറ്റുന്നില്ല.
ഒരു പുളിമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിരിക്കുന്ന ലക്കി ബാമ്പുമാണ് കേട്ടോ ഇത്. ഞാനിത് ചട്ടിയിൽ വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന ബാമ്പുമാണ്. പക്ഷേ എന്തോ ഇത് പിടിക്കുന്നില്ലിപ്പോൾ. ഈ ഇലച്ചെടികളൊക്കെ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്ത് നിർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇവിടെ എല്ലാം കാട് പോലെയാണ് കേട്ടോ. കൊടും കാടാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് ഒരു ചെറിയ വനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചെടികളെല്ലാം കട്ട് ചെയ്ത് നിർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇതും എല്ലാം നല്ല പൊക്കത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇതുപോലുള്ള ഇലച്ചെടികളുടെ കുറേ മോഡൽ ഇവിടെ ഉണ്ട്. ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് അമ്മ കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണ് കേട്ടോ ഇതെല്ലാം. ശരിക്കും പൂക്കളേക്കാൾ കൂടുതൽ ഇലച്ചെടികളാണ് ഇവിടെ ഉള്ളത്. ഇതുപോലുള്ള ഇലച്ചെടികൾ, സ്നേക്ക് പ്ലാന്റ്, പെൻറ്റാനസ്, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പൂക്കൾ ഉണ്ടാകുന്ന ചെടി ഏതാ ഉള്ളതെന്ന് ചോദിച്ചാൽ ഹൈഡ്രാഞ്ചി ഉണ്ട്, ഓർക്കിഡ് ഉണ്ട്, കുറച്ച് ബന്ദി ഉണ്ട്, ബൊഗെയിൻവില്ല ഉണ്ട്. ബൊഗെയിൻവില്ല എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ 5-6 കളേഴ്സ് മാത്രമേ ഉള്ളൂ. ഒരു സൈഡ് കംപ്ലീറ്റ് ഇതുപോലുള്ള ഇലച്ചെടികൾ നിരത്തി വെച്ച് പിടിപ്പിച്ചിരിക്കുവാണ്. പിന്നെ മഞ്ഞക്കോളാമ്പി ഉണ്ട് കേട്ടോ. മഞ്ഞക്കോളാമ്പി കീറിപ്പോയത് ഈ വീടിൻ്റെ പൊക്കത്തിൽ, അത്രയും പൊക്കത്തിലാണ്. പിന്നെ അത് കട്ട് ചെയ്തിട്ട് അത് നശിച്ചു പോയിട്ടില്ല, അത് വീണ്ടും പിടിച്ച് വരുന്നുണ്ട്. നമുക്ക് വീണ്ടും ഇത് ഓട് വരെ എത്തിക്കാം. കോളാമ്പി പോയപ്പോൾ അവിടെ വീടിൻ്റെ പൊക്കത്ത് ഒരു മൈന കൂട് വെച്ച് താമസം തുടങ്ങിയിട്ടുണ്ട്. ചിലർക്ക് ഈ വെളുത്ത മണൽ കാണുന്നതേ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ലാസ്റ്റ് വെച്ച് പിടിപ്പിച്ച പാകമാണ് കേട്ടോ. ഇവിടെ ഈ ഏരിയയിൽ ഹെലിക്കോണിയാണ്. ഈ ഹെലിക്കോണിയൊന്നും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയതല്ല. ഇത് നിൽക്കുന്നത് കണ്ടു, ഇഷ്ടമായി, കൊണ്ടുവന്നു. മോഷണം ശരിയല്ലല്ലോ, അതുകൊണ്ട് ഉടമസ്ഥനോട് ചോദിച്ചിട്ടാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയില്ലെന്നറിയാം. ഒരു ചെറിയൊരു കാട് പോലെ തന്നെ ഇല്ലേ? പക്ഷേ ഈ ചെടികളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ചെറുതായിട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ എനിക്കിതിങ്ങനെ കാട് പോലെ നിൽക്കുന്നത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. വളരെ കുറച്ച് പെൻറ്റാനസ് എന്ന് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് എടുത്ത് മാറ്റി വെച്ചാണ് ഇവിടെ ഇങ്ങനെ ഇത് കൂട്ടമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് റെഡ് പ്ലാന്റും കിട്ടിയിട്ടുണ്ട്. ഈ റെഡ് പ്ലാന്റിൻ്റെ പേരെനിക്കറിയില്ല, അരേലിയ എന്നാണെന്ന് തോന്നുന്നു. ലക്കി ബാമ്പുവിനെ മണലിൽ പിടിപ്പിച്ചെടുക്കാനുള്ള ഒരു ഉദ്ദേശമാണ് കേട്ടോ ഇത്. കുറച്ച് പിടിക്കുന്നുണ്ട്, ചിലതൊന്നും പിടിച്ച് വരുന്നില്ല. ഈ വെളുത്ത മണലായതുകൊണ്ട് ചെടികളൊക്കെ പിടിക്കാൻ ഒത്തിരി താമസമാണ്, ഒത്തിരി പാടുമാണ് പിടിക്കാൻ. ഇനി നമ്മുടെ വീടിൻ്റെ മുൻവശം ആരും കണ്ടില്ലെന്ന് പറയരുത്. ആ കണ്ടതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം. ഈ കാണുന്നത് അവിടെ നിന്ന് സൈഡിലേക്ക് വരുവാണ്. ഇതാണപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാട് എന്ന് പറയാം. ഇത് പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതെല്ലാം നന്നായി പിടിച്ച് കഴിയുമ്പോഴത്തേക്കൊരു വലിയ കാടാവും, കാടിനകത്തുള്ള വീടാവും. കാടിനകത്തുള്ള വീടെന്നറിയപ്പെടും. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതുപോലുള്ള കുറച്ച് ചെടികളുണ്ട്, പക്ഷേ ഇതൊന്നും ലാസ്റ്റ് ചെയ്യില്ല. അധികം ആയുസ്സുള്ള ചെടികളല്ലല്ലോ ഇതൊന്നും. ചെത്തികളൊക്കെ ഉണ്ടെങ്കിലും അതിൽ പൂക്കളൊന്നും ഉണ്ടാവുന്നില്ല. പൂക്കളുണ്ടാവാത്തത് കൊണ്ടാണ് ഇലച്ചെടികളിലേക്ക് കടന്നത്. ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ പുളിമരമാണ്. പുളി ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം. മതിലില്ല, വിശാലമായി തുറന്നിട്ടിരിക്കുവാണ്. അവിടെ വച്ചിരിക്കുന്ന യുജീനിയാണിതൊക്കെ. അവിടെ ഫുൾ പുല്ല് പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് ചെടിക്ക് കൊടുക്കുന്ന വളങ്ങളൊക്കെ പുല്ലാണ് എടുക്കുന്നത്. ചെടി പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ പുല്ല് പിടിക്കും. അങ്ങനെ ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന എൻ്റെ പാവം ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ചെടികളാണ് ഇതൊക്കെ. കൂട്ടത്തിൽ പൂവുള്ളത് ഇതാ ഇതിന് മാത്രമാണ് കേട്ടോ. ഇത് നമ്മുടെ പ്ലാവാണ്. പ്ലാവിൽ ചക്കയൊന്നും ഉണ്ടായിട്ടില്ല, താമസിച്ചേ ഉണ്ടാവൂ. അതിൽ വെച്ചിരിക്കുന്ന ഓർക്കിഡാണിത്. താഴെ കുറച്ച് പെൻറ്റാനസ് ഉണ്ട്. അങ്ങനെ നമ്മൾ വെച്ച മാവ് പൂത്തിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള ചെടികൾ. ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് ചെമ്പരത്തികളുണ്ട്, മഞ്ഞയുണ്ട്, പിങ്കുണ്ട്, വൈറ്റുണ്ട്. പക്ഷേ അതിലെപ്പോഴും പൂക്കളുണ്ടാവുന്നില്ല. ഇത് നമ്മുടെ ഹൈഡ്രാഞ്ചിയാണ് കേട്ടോ. ഇതിൻ്റെ പിങ്കുണ്ട്, വയലറ്റ് ഇടയ്ക്കാണ് ഉണ്ടാകുന്നത്. കൂടുതലും ഉണ്ടാകുന്നത് പിങ്കാണ്. ഞങ്ങൾ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിരിഞ്ഞ് വരുന്ന പോലുള്ള ചെടികളാണിവർ. ഓർക്കിഡ്, ചെത്തിയും ഒക്കെ. പിന്നെ ഈ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ എന്നും പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റാണിത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.